പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ഞായറാഴ്ച ദിവസം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 81-ാം സങ്കീർത്തനം 10-ാം വാക്യം. സാംസ് 81 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. 16 വാക്യങ്ങൾ അടങ്ങിയ ആസാഫിന്റെ ഗദ്യരാഗത്തിലുള്ള ഒരു പ്രാർത്ഥന സ്തോത്രഗീതം ആരംഭിക്കുന്നത് തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് സ്തുതി സ്തോത്രം പാടുക എന്നുള്ള ആഹ്വാനത്തോടെയാണ്. എന്തിനാണ് ദൈവത്തിന് ഈ സ്തുതി സ്തോത്രം പാടുന്നത്? ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആസാഫ് വളരെ ശക്തമായി പറയുന്ന ഒരേ ഒരു കാര്യം ഈ സങ്കീർത്തനത്തിൽ കൂടെ വ്യക്തമാക്കുന്നത് 430 വർഷം മിസ്രൈമ്യ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ വിടുതലും യാത്രകളും അത്ര സുഗമമായിരുന്നില്ല. ആ പ്രതികൂലമേറിയ അവസ്ഥയിൽ തമ്പുരാന്റെ കരുതൽ, വിടുതൽ എത്രയോ ഉന്നതമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. വിചാരിക്കുന്നതിന് അപ്പുറത്തായി ദൈവം അവരെ ഓരോ നിലയിലും കരുതിക്കൊണ്ടേയിരുന്നു. ആ കരുതൽ ഓർക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ സ്തുതി കരേറ്റാതെയിരിക്കും? ജൂൺ മാസത്തിന്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 2025 കഴിഞ്ഞ 5 മാസങ്ങളോ കഴിഞ്ഞ വർഷങ്ങളോ എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെ അനുഭവിച്ചത് മുഴുവനും ദൈവത്തിന്റെ ദയയാണ്, കൃപയാണ്, കരുതലാണ്. അതുകൊണ്ട് നമുക്കും ആസാഫിനോട് ചേർന്ന്, ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 10-ാം വാക്യത്തിൽ പറയുകയാണ്, മിസ്രൈമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ് എന്ന് പറയുമ്പോൾ, മിസ്രൈമിൽ കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ 4 തലമുറകൾ കടന്നുപോയത് എത്രയോ വേദനാജനകമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം എന്ന് പറയുമ്പോൾ, കുറെ മന്നായോ കാടപ്പക്ഷിയോ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും പരിപാലിക്കുവാൻ, കരുതുവാൻ, നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ. അല്ലാതെ താൽക്കാലികമായി മിസ്രൈമിൽ ചില അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല, നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ഞാൻ മതിയായ ദൈവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ
ആരാധനയ്ക്കായി ഒരുങ്ങുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ നാം കടന്നുപോയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലും നമ്മെ കരം പിടിച്ചുയർത്തി നടത്തിയ ദൈവം വരും നാളുകളിലും അനുഗ്രഹത്തോടെ പരിപാലിപ്പാൻ മതിയായവനും വിശ്വസ്തനുമാണ്. അതുകൊണ്ട് നാം വായ് തുറന്ന് ദൈവത്തിന് നന്ദി കരേറ്റാം, സ്തോത്രമർപ്പിക്കാം. പലപ്പോഴും നന്ദി പറയാനും സ്തുതി പറയുവാനും നാം മറന്നു പോകുന്നു, അഥവാ ലുബ്ധിക്കുന്നു. പക്ഷേ പരാതിയും പരിഭവവും പിറുപിറുപ്പും ഒട്ടും ലോപിക്കാതെ കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഈ പരാതികളും പിറുപിറുപ്പും പിന്മാറ്റവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ വായ് വിസ്താരത്തിൽ ഒന്ന് തുറക്ക. എന്നെ നടത്തിയ വിധങ്ങൾ, ഒരു കണ്ണിനും ദയയില്ലാതിരുന്ന സമയത്ത്, ആരും എന്നോട് കനിവ് തോന്നാതിരുന്ന സമയങ്ങളിൽ തമ്പുരാന്റെ കരം എന്നെ തേടി വന്നു, എന്നെ പരിപാലിച്ചു, എന്നെ നടത്തി. ആ വലിയ കരുതലിനും ആ ദൈവിക സംരക്ഷണത്തിനും ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഉള്ളു തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വിശുദ്ധദിനം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകി നമ്മെ നിറയ്ക്കുന്ന, പരിപാലിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബമേ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, കടബാധ്യതകൾ, നിയമക്കുരുക്കുകൾ, ദൈനംദിന ജീവിതത്തിന്റെ വെല്ലുവിളികൾ, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒപ്പമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ പോകുന്നു നമ്മുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ. അങ്ങനെയുള്ള ഏത് വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ ആ വിഷയങ്ങൾ തമ്പുരാനോട് ഇന്ന് ഉള്ളു തുറന്ന് പറയുക, ഹൃദയം തുറന്ന് പറയുക. ആ വിഷയത്തിന്മേൽ നീക്കുപോക്ക് നൽകുവാൻ ദൈവം മതിയായവനാ. ഫറവോന്റെ വിശേഷപ്പെട്ട 600 രഥങ്ങളും മറ്റുള്ള കാവൽ പടയാളികളുമൊക്കെ ഇസ്രയേൽ ജനത്തെ പിടിച്ചുകെട്ടുവാൻ പിന്നാലെ പാഞ്ഞെടുത്തുവെങ്കിലും വാള് പോലും എടുക്കുവാനിടയാകാതെ, ഒരു കുന്തം പോലും ചെലവാക്കുവാൻ അനുവദിക്കാതെ ഇസ്രയേൽ ജനത്തെ പരിപാലിച്ച ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവം നമ്മെ നിറയ്ക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ മതിയായവൻ തന്നെയാ. അതുകൊണ്ട് ആസാഫ് വിളിച്ചു പറയുന്നു, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വായ് വിസ്താരത്തിൽ തുറക്ക്, അതിനെ നിറയ്ക്കുവാൻ ഞാൻ മതിയായവനാ. അതെ, നമ്മുടെ കുറവ്, നമ്മുടെ പോരായ്മ, നമ്മുടെ ബലഹീനത, നമ്മുടെ ക്ഷീണം തമ്പുരാനോട് പറയുക. ആ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവകൃപ ഇന്നു പകൽ നമ്മെ പൊതിയട്ടെ, നമ്മുടെ ക്ഷീണങ്ങളിൽ ശക്തി പകരട്ടെ, നമ്മുടെ നിരാശകളിൽ പ്രത്യാശയാൽ നിറയ്ക്കട്ടെ. അങ്ങനെ എല്ലാ നിലകളിലും നമ്മെ നിറച്ച് ധന്യമായൊരു ജീവിതം നൽകി അനുഗ്രഹത്തോടെ ഈ വിശുദ്ധ ദിനം തന്റെ വലങ്കരം പിടിച്ച് നടത്തട്ടെ. ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജൂൺ മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ അടിമത്തം മാറ്റി ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആസാഫിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ അടങ്ങിയിരിക്കാതെ ഞങ്ങളുടെ വായ വിസ്താരത്തിൽ തുറന്ന് അങ്ങേക്ക് നന്ദി കരേറ്റുമ്പോൾ
ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇനി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇതാ ഞങ്ങൾ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഉയരത്തിലെ ദൈവത്തിന്റെ കൃപ, സമാധാനം ഞങ്ങൾ ഏവരോടും കൂടെ ഇരുന്ന് ദൈവകൃപയാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുവാൻ ഒട്ടും മടിക്കരുത്. ഒട്ടും കുറയ്ക്കാതെ തമ്പുരാന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. നമ്മെ എല്ലാ നന്മകളാലും നിറയ്ക്കുവാൻ തമ്പുരാൻ വിശ്വസ്തന. ആ ദൈവം ഈ വിശുദ്ധ ദിനം ജീവജലം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്നും ചൊരിയട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.